നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവേർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരത്തിനെതിരെ പേര് വെളിപ്പെടുത്താതെ നടത്തിയ വിമർശനത്തിൽ പ്രതികരണവുമായി സാന്ദ്ര തോമസ്. മലയാള സിനിമയിലെ നടന്മാരെയാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവനയാണ് ലിസ്റ്റിൻ നടത്തിയിട്ടുള്ളത്. അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് ലിസ്റ്റിന്റെ നടപടി. മലയാള സിനിമയ്ക്ക് ദോഷം ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ലിസ്റ്റിൻ സ്റ്റീഫനെ അടിയന്തരമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും മാത്രമല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് വ്യക്തമാക്കി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ വനിതാ ഡോക്ടർ അറസ്റ്റിൽ. കൊച്ചിയിലെ ടേക്ക് ഓഫ് കൺസൾട്ടൻസി സിഇഒ കാർത്തിക പ്രദീപാണ് പിടിയിലായത്. കൊച്ചി സെൻട്രൽ എസ്ഐ അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നാണ് കാർത്തികയെ പിടികൂടിയത്. UK, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പല ഉദ്യോഗാർത്ഥികളെയും കബളിപ്പിച്ചെന്നാണ് കേസ്. ഉദ്യോഗാർത്ഥികളിൽ നിന്നും 3 മുതൽ 8 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. പണം തിരികെ ചോദിച്ചതോടെ കൊച്ചിയിലെ ഓഫീസ് പൂട്ടി കഴിഞ്ഞ മാസം കാർത്തിക മുങ്ങി. 2022 ഫാസിൽ വധക്കേസിലെ മുഖ്യപ്രതി കൂടിയായ സുഹാസ് ഷെട്ടിയെ വ്യാഴാഴ്ച രാത്രി അജ്ഞാതരായ ഒരു സംഘം കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 8 പേരെ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവം ദക്ഷിണ കന്നഡ തീരദേശ ജില്ലയിൽ ഉടനീളം വലിയ തോതിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. തുടർന്ന് അധികാരികൾ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും പൊതുഗതാഗതം നിർത്തിവെക്കുകയും കൂടുതൽ സംഘർഷമുണ്ടാകാതിരിക്കുവാൻ സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയും ചെയ്തു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ ദാരുണമായ സംഭവം സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. സർക്കാരിന്റെ അലംഭാവവും അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരുവാൻ കാരണം. ആരോഗ്യ വകുപ്പിനടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചു. കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായത്. വീണ ജോർജിന് ആരോഗ്യമന്ത്രിയായി തുടരുവാനുള്ള അവകാശം ഇല്ലെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. SCT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു. പേവിഷബാധ തടയുവാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദം അല്ലാത്തതുകൊണ്ടല്ല. കുട്ടി നിലവിൽ വെന്റിലേറ്ററിലാണ്. അവസാന ഡോസ് വാക്സിൻ മാത്രമാണ് കുട്ടിക്ക് എടുക്കുവാനുണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 8-ന് കൊല്ലത്ത് വീടിന് മുൻപിൽ നിൽക്കുമ്പോഴായിരുന്നു കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. വാക്സിനും ആരംഭിച്ചു. വാക്സിൻ അവസാന ഡോസ് എടുക്കുന്നതിന് മുൻപ് പനി ആരംഭിച്ചു. തുടർന്നാണ് SIT ആശുപത്രിയിൽ എത്തിച്ച ശേഷം പേവിഷബാധ സ്ഥിരീകരിച്ചത്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ. 450 കിലോമീറ്റർ പരിധിയിലുള്ള പരീക്ഷണം നടത്തി എന്നാണ് അവകാശവാദം. സൈനികാഭ്യാസത്തിന്റെ ഭാഗമായാണ് അബ്ദാലി വെപ്പൺ സിസ്റ്റത്തിന്റെ ഭാഗമായി പരീക്ഷണം നടത്തിയതെന്ന് പാക് സൈന്യം പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഈ അവകാശവാദം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേള ശ്രദ്ധേയമായി. ഏപ്രിൽ 21 മുതൽ 27 വരെ കാലിക്കടവ് മൈതാനത്താണ് മേള നടന്നത്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും മിഴിവാർന്ന സാംസ്കാരിക പരിപാടികളും കൊണ്ട് സമ്പന്നമായ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. ആകർഷകമായ സ്റ്റാളുകളും കലാപ്രകടനങ്ങളും ആസ്വദിക്കുവാൻ ജനങ്ങളുടെ വലിയ ഒഴുക്കാണ് മേളയിലേക്കുണ്ടായത്. മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും സൌജന്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ രാത്രി പുക പടർന്ന അപകടമുണ്ടായ സമയത്ത് മരിച്ച 5 പേരിൽ 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മേപ്പാടി സ്വദേശി നസീറയുടെയും കൊയിലാണ്ടി സ്വദേശിയുടെയും പോസ്റ്റ്മോർട്ടമാണ് ഇന്ന് നടക്കുക. അതേസമയം അത്യാഹിത വിഭാഗം ഉൾപ്പെടുന്ന ന്യൂ ബ്ലോക്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ഫയർഫോഴ്സിന്റെയും പരിശോധന ഇന്ന് നടക്കും. അത്യാഹിത വിഭാഗം മെഡിക്കൽ കോളേജിലെ ഓൾഡ് ബ്ലോക്കിൽ താൽക്കാലികമായി ക്രമീകരിക്കുവാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.